ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നൊരു സാലഡ് മേക്കിംഗ് വീഡിയോ ആണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കുക്കുംബർ സാലഡാണ്. എന്നാൽ അതിൽ കുറച്ചൊരു ഡിഫറൻസും കൊണ്ടുവന്നിട്ടുണ്ട്. മൊത്തം വീഡിയോ കണ്ടിട്ട് ആ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കൂ. ആദ്യം തന്നെ ഞാനൊരു കുക്കുംബർ എടുത്തിട്ടുണ്ട്. അത് വളരെ തിന്നായിട്ട്, സർക്കിൾ ഷേപ്പിൽ തന്നെ വളരെ തിന്നായിട്ട്, മാക്സിമം നമുക്ക് എത്ര തിന്നായിട്ടാണോ കട്ട് ചെയ്യാൻ പറ്റുന്നത് അത്രയും തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഒനിയൻ ആണെങ്കിലും അത് നമ്മൾ റെഡ് ഒനിയൻ എടുക്കാൻ ശ്രദ്ധിക്കുക. വൈറ്റ് ഒനിയൻ ഇപ്പം അവൈലബിൾ ആണല്ലോ, അപ്പോൾ റെഡ് ഒനിയൻ തന്നെ എടുക്കുക. അതും മാക്സിമം നമുക്ക് പറ്റുന്ന അത്രയും തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക, വളരെ തിന്നായിട്ട് കട്ട് ചെയ്യാം. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീഡിയോ കാണുമ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ എനിക്കൊരു സപ്പോർട്ട് എന്ന രീതിയിൽ ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ആരില്ലെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തൊന്ന് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പൈനാപ്പിളാണ്. പൈനാപ്പിൾ ഒരുപാടൊന്നും എടുത്തിട്ടില്ല, ചെറിയൊരു പോർഷനാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ കുറച്ച് വലിയ ക്യൂബ്സ് ആയിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തത്. എന്നിട്ട് നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് ഹാഫ് പോർഷൻ വെള്ളവും ഹാഫിനെക്കാട്ടും കുറഞ്ഞ പോർഷൻ വിനാഗിരി എടുത്തിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് ഷുഗറും ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മളതൊന്ന് തണുക്കാൻ വെക്കുകയാണ് ചെയ്യുന്നത്. ആ സമയം നമ്മുടെ ഈ എല്ലാ കട്ട് ചെയ്ത സാധനങ്ങളും കൂടി എടുത്തൊരു ബൗളിലേക്കിട്ട് നമ്മൾ ഈ തണുത്ത ഇതിന് ശേഷം ഈ ഇതുകൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിൽ കുറച്ച് സാൾട്ട് കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി സൂപ്പറായിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് വരും. സാൾട്ട് ലാസ്റ്റ് ഇടാൻ മറന്നു പോകാതിരിക്കുക. അതേപോലെ തന്നെ വളരെ സിമ്പിളാണ്, എന്നാൽ അതിൽ കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അന്നിപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.